ചായ കുടിക്കാൻ പോയാലോ? അടിക്കല്ലേ, ചായ കുടിക്കാൻ പോയാലോ? ഗായ്സ്, അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോകാം. രാവിലത്തെ ഞങ്ങൾ രാവിലെ ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് റൂമിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ്. പിന്നെ ഞങ്ങൾ കഫേയിലേക്ക് നോക്കിയ ടൈമിൽ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ആര്യേൻ്റെ കാർക്കോന്നലൊക്കെ പിടിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ പോയി, നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു, ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. റവേൻ്റെ ഇഡ്ഡലി ആയതുകൊണ്ട് ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വയറ് നിറയും. പിന്നെ വേറെ നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളെന്താ ചട്നി തന്നെ എടുത്തു. പിന്നെ വാട്ടർമെലൺ മസ്റ്റ് നമ്മൾ വിട്ടുകളയില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് വാട്ടർമെലൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് കഴിഞ്ഞ് അത് എന്തൊക്കെയോ ചമ്മന്തികൾ, ഒരുപാട് ചമ്മന്തികളും കാര്യങ്ങളുണ്ട്. പിന്നെ വട കുറച്ച് ഭയങ്കര ഓയിലിയാണ്, പിന്നെ അതുപോലെ തന്നെ കരിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ വത്തക്ക നമ്മൾ എടുക്കും. അത് ഞാൻ ഒരു 4 പീസ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്നത്. തത്തയ്ക്ക് വേണ്ടി ആര്യയ്ക്ക് വേണ്ടി ഞാൻ തത്ത കഴിക്കില്ല, ആര്യയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോഴാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ അതെടുത്ത് കഴിക്കാൻ പോയി. തത്ത സാമ്പാറും കാര്യങ്ങളൊക്കെ കൂട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതെടുത്ത് ഞങ്ങൾ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോയി ഇരിക്കുന്ന സീറ്റിലിരുന്നു. ഞങ്ങൾ എന്നും ഇരിക്കുന്ന സീറ്റിൽ അവിടെ എപ്പോഴും ഇന്ന് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വേറെ സീറ്റിലിരുന്ന് കഴിച്ചത്. അതുകൊണ്ട് എൻ്റെ മുഖം വലിയ ക്ലാരിറ്റി ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്താ പറയുക, നമ്മൾ നോർമൽ ഇഡ്ഡലി കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല റവ ഇഡ്ഡലിക്ക്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വയറ് നിറയുകയും ചെയ്യും, എന്നാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പാവുകയും ചെയ്യും. ഇങ്ങനെ ചവച്ച് ഒരുമാതിരിയാണ്. അങ്ങനെ ഇത് ഞങ്ങളുടെ പുതിയ കൈ കഴിയുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ കൈ കഴുകി ഒരു ഗ്ലാസ് ചായയും കുടിച്ച് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഗൈസ്.